ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ മോസ്റ്റ് ഹൈപ്പഡ് ആയിട്ടുള്ള വാറിൻ്റെ സെക്കൻഡ് പാർട്ട്, വാർ 2. അതിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. ഏറ്റവും പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ആക്ടർ അഭിനയിക്കുന്നുണ്ടല്ല വില്ലനായിട്ട്, അതായത് ജൂനിയർ NTR, അവർ തമ്മിലുള്ള ഫേസ് ഓഫ്, അതൊക്കെ തന്നെയാണ് മെയിൻ ഹൈപ്പ് പടത്തിൻ്റെ, ഹൃത്തിക് റോഷനും ജൂനിയർ NTR. അപ്പോൾ എന്തായാലും നമുക്ക് ടീസർ റിയാക്ഷൻ ചെയ്യാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. मेरी नजर कब से तुझ पे है कबीर, इंडियाज बेस्ट सोल्जर, रॉ का बेस्ट एजेंट. तू था अब नहीं, तू मुझे नहीं जानता, पर अब जान जाएगा. Get ready for war. ടീസർ കട്ട്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റപ്പിൽ കട്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ മുമ്പ് കണ്ട സിനിമകൾ, ഇപ്പോൾ വാറ്, പത്താൻ, ടൈഗർ, എല്ലാത്തിലുള്ള മെയിൻ സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫൈറ്റ് ആയാലും ആക്ഷൻസ്, പുതിയ ഇടങ്ങളിലെ ഫൈറ്റ് എന്നുള്ള രീതിയിലും അല്ലേ, പുതിയ വെറൈറ്റിയിലൊക്കെ രീതിയിലും ഒക്കെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം നടത്തിയവരുണ്ട്. പിന്നെ സ്പൈ യൂണിവേഴ്സ് ആകുമ്പോൾ ഏകദേശം ഒരു കഥ ബേസിലായിരിക്കുമല്ലോ പോകണം, പിന്നെ ഇതിൽ വെറൈറ്റി കൊണ്ടുവരണം. ഇപ്പോൾ ടൈഗറിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയത് വലിയ വിജയമായില്ല, വിചാരിച്ചത്ര വിജയമായില്ല പറഞ്ഞു. പിന്നെ പത്താൻ അതുപോലെ കഥ വയസ്സ് ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിലുണ്ടായുള്ളൂ. പക്ഷേ ഷാറൂഖ് ഖാൻ്റെ തിരിച്ചുവരവൂടെ ആണ് അത്രയും കളക്ഷൻ വാരിയത്. അപ്പോൾ സ്പൈനസ് കഥയിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ സ്റ്റാർസിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പടത്തിൻ്റെ ഹൈപ്പ് നിൽക്കുന്നത്. ഇനി കഥയും കൂടി സെറ്റപ്പ് ആണെങ്കിൽ പടം വേറെ ലെവലിലേക്ക് വരും. ക്യാമിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇനി പത്താലെ ഷാറൂഖ് ഖാനോ ടൈഗറിലെ സൽമാനോ ഗസ്റ്റുകളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ട്രെയിലറിൽ കാണിക്കുകയോ ഇല്ലയെന്ന് അറിയില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചേക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ട്, അപ്പോൾ അതും കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ടീസർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കട്ട്സ് ആക്ഷൻ സീക്വൻസ്, പിന്നെ VFX ഒക്കെ കുറച്ച് ഷോവായിട്ട് തോന്നി. ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പോൾ ഹിന്ദി സിനിമയുടെ ഒക്കെ ആദ്യമൊക്കെ VFX ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് VFX ഒക്കെ ഷോ ആണ് തോന്നിയിട്ടുണ്ട്. ഇനി ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണോന്ന് അറിയില്ല, കാരണം ആക്ടേഴ്സൊക്കെ സാലറി കൂട്ടിയോണ്ട് അവരുടെ ബഡ്ജറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള തുച്ഛമായ പൈസക്ക് ആണെങ്കിൽ VFX ചെയ്യുന്നുണ്ട്. അപ്പോൾ VFX മോശം ചാൻസ് കൂടുതലാണ്, പെർഫെക്ഷൻ കിട്ടൂലല്ലോ. ചിലപ്പോൾ അതിൻ്റെ ആവാം. എന്തായാലും പടം ബാക്കി ഓഗസ്റ്റിൽ അല്ലേ, ഓഗസ്റ്റ് 14 ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇതായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അറിയുന്ന ബാക്കി കാര്യങ്ങളല്ല. ആറിന് ഈ പത്താൻ്റെ റെക്കോർഡ് വെട്ടിക്കുകയല്ലേ എന്നാലും. ഇപ്പോൾ പത്താനാണ് സ്പൈ യൂണിവേഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരി പടം. ഞാൻ അതിനെ കടത്തി വെച്ച് 1000 കോടി മറികടക്കുമെന്ന് കാണാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്.